പ്രിയപ്പെട്ട വിശ്വാസികളെ, മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്നത് സ്വർഗത്തിൻ്റെ ഉദ്യാനങ്ങളാണ്. ആ ഉദ്യാനങ്ങളിൽ അവർ ഉല്ലസിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണ് ഈ മുത്തഖീങ്ങളായ ആളുകൾ? തഖ്വയുള്ള ആളുകൾ ആരാണ്? വിശുദ്ധമായിട്ടുള്ള ഖുർആൻ 5 വിശേഷണങ്ങളാണ് തഖ്വയുള്ളവരെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. 5 വിശേഷണങ്ങൾ. ഈ 5 വിശേഷണങ്ങളുള്ള ആളുകളെയാണ് മുത്തഖീങ്ങളെന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. മുത്തഖീങ്ങളായ ആളുകൾ നമുക്കറിയാം, ഹഖ്ഖ തുഖാതിഹി എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിനെ എങ്ങനെയൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്നുവോ അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്ന ആളുകളെയാണ് മുത്തഖീങ്ങൾ അല്ലെങ്കിൽ തഖ്വ എന്ന് പറയുന്ന ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു സിഫത്തിനെ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ആരാണ് മുത്തഖീങ്ങളായ ആളുകൾ? വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹ് പറയുന്നുണ്ട്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. വിശുദ്ധമായ ഖുർആൻ കൊണ്ട് മുത്തഖീങ്ങൾക്ക് ഗുണമേ കിട്ടുന്നുള്ളൂ. അവർക്ക് ഒരു സംശയം കൂടാതെ പറയാൻ പറ്റും, മുത്തഖീങ്ങളായ ആളുകൾക്ക് നന്നാവാൻ വിശുദ്ധ ഖുർആനിനോളം മറ്റൊന്നില്ല. അതവർക്ക് ഹിദായത്താണ്. എന്നിട്ട് ഈ മുത്തഖീങ്ങളെ സംബന്ധിച്ച് 5 വിശേഷണങ്ങൾ മുത്തഖീങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നാമത്തത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണ് അവർ. കാണാത്തതിൽ അഗാധമായ വിശ്വാസം അർപ്പിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കാര്യങ്ങളെ എണ്ണിപ്പറഞ്ഞോടുത്ത് പറഞ്ഞത് 6 കാര്യങ്ങളിലും ആ 6 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതിലുമാണ് ഈമാനുള്ളത്. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, അവൻ്റെ മുർസലിങ്ങളെ കൊണ്ട് വിശ്വസിക്കുക, കിതാബിനെ കൊണ്ട് വിശ്വസിക്കുക, അതുപോലെ തന്നെ മലായിക്കത്തിനെ കൊണ്ട് വിശ്വസിക്കുക, അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിക്കുക, നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാണ് വിശ്വസിക്കുക. ഇതുമായി ബന്ധപ്പെട്ട വൈബായ ഖബർ ജീവിതം, ഹിസാബ്, മഹ്ശറ, മീസാൻ, സ്വർഗം, നരകം, ഇങ്ങനെ വിശ്വസിക്കേണ്ട എല്ലാവിധ വൈബിനെയും കണ്ണടച്ച് വിശ്വസിച്ചവരാണ് നിങ്ങൾ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അബൂബക്കർ തങ്ങളോട് ആളുകൾ പറഞ്ഞു അത്രേ, നിൻ്റെ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മിഅ്റാജിൻ്റെ ഒരു യാത്ര പോയത്രേ. അനാകാശം കടന്നുകൊണ്ട് ഒറ്റ രാത്രിയിൽ, ആ രാത്രിയുടെ ചില ഭാഗങ്ങൾ മാത്രമായിട്ട്, ആ സമയത്തിൽ മാത്രമായിട്ട് അനാകാശം പോയി വന്നത്രേ എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കണ്ണടച്ചുകൊണ്ട് മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ട് എന്നാണ് വിശ്വസിച്ചു. വൈബിനെ കൊണ്ട് വിശ്വസിക്കാൻ മുഅ്മിനീങ്ങൾക്കേ പറ്റൂ. ഇല്ലാത്തതല്ലല്ലോ, ഉള്ളതാണ്. ആ ഉള്ളതിനെ കണ്ടില്ലെങ്കിലും അങ്ങ് വിശ്വസിക്കുക. നമ്മളൊക്കെ പഴയ കാലത്ത് ഇങ്ങനെ പറയാറുണ്ട്, ഈ കടലിനക്കരെ ഒരു അറബ് രാജ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കടൽ മാത്രമേ കാണുന്നുള്ളൂ, അപ്പുറത്തൊരു രാജ്യം കാണുന്നില്ല എന്ന് കരുതിയിട്ട് അപ്പുറത്തൊരു രാജ്യമില്ല എന്നോ, അല്ലെങ്കിൽ കടലിൻ്റെ മുകൾ പരപ്പ് കാണുമ്പോൾ അടിയിലൊന്നുമില്ല എന്നൊന്നുമല്ല വിശ്വസിക്കേണ്ടത്. ഒരു മതിലുണ്ട്, ആ മതിൽ കാണുമ്പോൾ ഈ മതിലാണ്, ഈ മതിലിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നല്ലല്ലോ വിശ്വസിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ഒന്നുണ്ട്, അത് വൈബാണ്. അത് ആത്മീയമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഖബർ ജീവിതം പോലെ, ഖബറിലേക്ക് നമ്മളൊരു മയ്യത്തിനെ വെക്കുന്നു, ഖബറിട്ട് മൂടുന്നു, പ്രാർത്ഥിച്ചു പോരുന്നു എന്നല്ലാതെ അതിനുള്ളിൽ ഒന്നും കാണുന്നില്ലല്ലോ എന്നല്ല. അവിടെ വൈബായ പലതും സംഭവിക്കുന്നുണ്ട്. അത് വിശുദ്ധമായ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയ വൈബായ കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ പറയുന്നത്. അതുകൊണ്ട് വൈബായ കാര്യങ്ങളെ വിശ്വസിക്കുന്നവരായി തീർന്നാൽ മാത്രമേ മുത്തഖീങ്ങളിലെ 1ാമത്തെ വിശേഷണം നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ. 2ാമത്തേതായിട്ട് മുത്തഖീങ്ങൾക്ക് അല്ലാഹ് കൊടുക്കുന്ന വിശേഷണം വയുഖീമുന സ്വലാ. നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കൂല. ഭൗതികമായ എന്ത് തടസ്സമുണ്ടെങ്കിലും നിസ്കാരം ഒരു മുടക്കും കൂടാതെ ഖളാ ആക്കാത്ത രൂപത്തിൽ അവൻ നിസ്കരിക്കും. നിസ്കാരത്തിൻ്റെ വിഷയമൊക്കെ നമുക്കറിയാം. നിസ്കാരം ഖളാ ആക്കുന്ന വളരെ മോശമായ രൂപത്തിൽ ഇതിനെ കൊണ്ടു നടക്കുന്ന ആളുകൾ എത്രയോ ഉണ്ട്. വൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സഹൂൻ, നിസ്കാരത്തെ മറന്നുകൊണ്ട് നിസ്കാരത്തെ വളരെ ക്രമമില്ലാത്ത രൂപത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണത്രേ, അവർക്ക് നരകമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിസ്കാരത്തെ വളരെ മാന്യമായ രൂപത്തിൽ കൊണ്ടു നടന്നുകൊണ്ട് ശ്രദ്ധയോടുകൂടി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അവർക്ക് സ്വർഗമുണ്ട്. അവരാണ് മുത്തഖീങ്ങൾ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. മുത്തഖീങ്ങൾക്കുള്ള 3ാമത്തെ വിശേഷണമെന്ന് പറയുന്നത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം അവർക്ക് കൊടുത്ത സമ്പത്തുണ്ടല്ലോ, മുതലുണ്ടല്ലോ, അതിൽ നിന്നും അവർ ധർമ്മം ചെയ്യും. അള്ളാഹ് വിശേഷണം സൂചിപ്പിച്ചത് തന്നെ നാം കൊടുത്തത് എന്നാണ്. അള്ളാഹിൻ്റെ സമ്പത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. നാമാണ് അവർക്ക് സമ്പത്ത് കൊടുത്തത്. ആ സമ്പത്തിൽ നിന്ന് അവർ ധർമ്മം ചെയ്യുന്നവരാണ്. മരണസമയത്ത് പോലും മുഅ്മിനീങ്ങൾ ഞാൻ ധർമ്മം ചെയ്ത് നന്നായിക്കോളാം എന്ന് പറയുന്നുണ്ട്. നിസ്കരിച്ചുകൊണ്ടല്ല, ആ സമയത്ത് അതിനൊന്നും നേരമില്ല. ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള
ഏറ്റവും വലിയ ഉദാത്തമായ പകരം വെക്കാനില്ലാത്ത രൂപത്തിലുള്ള നന്മയാണ് സ്വതക്ക കൊടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ സ്വതക്ക കൊടുക്കുന്ന ആളുകളാണ് മുത്തഖീങ്ങളെന്ന് വിശുദ്ധമായി ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഇവ നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് ഗൂഗിൾ പേ പോലുള്ള ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, അത്തരത്തിലുള്ള ട്രാൻസാക്ഷനുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് വലിയ പുണ്യം നേടാൻ പറ്റും. അതുകൊണ്ട് അള്ള പറയുന്ന ആ പ്രയോഗം ഒന്ന് മനസ്സിലിരുത്തിക്കൊണ്ട് ഒന്ന് ആലോചിക്കണം. നാം നൽകിയ സമ്പത്തിൽ നിന്നും അവർ ധർമ്മം ചെയ്യും. അതെല്ലാവർക്കും സുഖമല്ലേ? ഒരാൾ എനിക്ക് 500 റുപ്യ നിങ്ങൾ ഇതൊരാൾക്ക് കൊടുത്താളി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലൊരു വിഷമം ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മളെ പൈസ അല്ല, നമുക്കൊരു നഷ്ടവും സംഭവിക്കില്ല. ഇതേ രൂപത്തിൽ അള്ള പറയുന്നത് ഞാൻ കൊടുത്തതാണ്, നിങ്ങൾക്കൊരു നഷ്ടമില്ല, കാരണം നിങ്ങളെ പൈസ അല്ല. ഇങ്ങനെ നാം കൊടുത്ത സമ്പത്തിൽ നിന്നും അവർ ധർമ്മം കൊടുക്കുന്നവരാണ്, സ്വതക്ക കൊടുക്കുന്നവരാണ്. ഇവരാണ് മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായിട്ടുള്ള ആളുകൾ എന്നുള്ള പറയാം. 4ാമത്തെ വിശേഷണം എന്ന് പറയുന്നത് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. അങ്ങേക്ക് മുമ്പും ഇറക്കപ്പെട്ട വിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്ന നല്ല മില്ലത്തുകളുണ്ട്, അതിനെയൊക്കെ അവർ വിശ്വസിക്കുന്നവരാണ്. ഖുർആനെ കൊണ്ട് വിശ്വസിക്കുക, അതനുസരിച്ച് കൊണ്ട് അമൽ ചെയ്യുക. അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ആ ഖുർആനിലായിട്ട് നൽകപ്പെട്ടിട്ടുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും അനുസരിച്ച് കൊണ്ട് ജീവിക്കുക. ഹറാമിനെ ഹറാമായിട്ട് കാണുക, ഹലാലിനെ ഹലാലായിട്ട് കാണുക, അതിനെ ഹറാമാക്കാതിരിക്കുക. അള്ളാഹ് കൽപ്പിച്ചതെന്തോ അതനുസരിച്ച് കൊണ്ട് ചെയ്യുക. ഇതാണ് മുഅ്മിനീങ്ങളുടെ 4ാമത്തെ വിശേഷണം. 5ാമത്തെ വിശേഷണം എന്ന് പറയുന്നത് വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ. അവർക്ക് ആഖിറമുണ്ടെന്നുള്ള ബോധമുണ്ട്. ആഖിറം തീർച്ചയായിട്ടുമുണ്ട്. ആ ആഖിറത്തിൽ രക്ഷപ്പെടണമെന്നുള്ള ബോധം അവർക്ക് എപ്പോഴും തികട്ടി വരും. അത്തരത്തിലുള്ള ആളുകളാണ് മുത്തഖീങ്ങളെന്ന് പറയുന്നത്. ആഖിറത്തെ ഓർമ്മയില്ലെങ്കിൽ വല്ല ആഖിറത്തു ഖൈറും വഅബ്ഖാ, എന്നെന്നും അവശേഷിക്കുന്ന ഈ ആഖിറത്തെ സംബന്ധിച്ച് ഓർമ്മയില്ലെങ്കിൽ ഒരു മുഅ്മിൻ്റെ ജീവിതം എത്രത്തോളം പാളിപ്പോകുമെന്നൊന്ന് ആലോചിച്ചാൽ മതി. ഇങ്ങനെ ആഖിറത്തെ സംബന്ധിച്ച് ബോധമുണ്ടായിരിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള മുത്തഖീങ്ങൾ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇങ്ങനെയുള്ള ഈ 5 വിശേഷണങ്ങൾ ആരിലുണ്ടോ അവനാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തത് ഐബുകളെ കൊണ്ട് വിശ്വസിക്കുന്ന ആളായിരിക്കും. 2ാമത്തെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വളരെ കർക്കശമായ രൂപത്തിലായിരിക്കും അവൻ്റെ നിലപാടുണ്ടാവുക. 3ാമത്തത് അള്ളാഹു കൊടുത്ത സമ്പത്തിനെ അവൻ നല്ല മാർഗത്തിൽ ചിലവഴിക്കും. 4ാമത്തത് വിശുദ്ധമായിട്ടുള്ള ഖുർആനുണ്ടല്ലോ, ആ ഖുർആനിൽ എന്തൊക്കെ പറയപ്പെടുന്നുവോ അതിനെ ഈമാനോട് കൂടിയിട്ട് ഇഹ്തിസാബോട് കൂടിയിട്ട് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കും. 5ാമത്തത് അവർക്ക് ആഖിറമുണ്ടെന്നുള്ള ബോധമുണ്ടായിരിക്കും. ഈ 5 വിശേഷണങ്ങളിൽ നമ്മളിൽ സമ്മേളിക്കണം. അതാണ് അൽ-ആഖിബത്തുൽ മുത്തഖീൻ. അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. അവസാനം നല്ല രൂപത്തിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഈ 5 കാര്യങ്ങളുള്ള ആളായിരിക്കും മുത്തഖീങ്ങൾ. അവർക്കായിരിക്കും അവസാനം വിജയം കിട്ടുക. അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. തഖ്വ നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇഹ്സാൻ ഉണ്ടാകുമ്പോൾ തഖ്വ കൂടിക്കൊള്ളും. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല, പക്ഷേ അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് അള്ളാഹു തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. ആ പഠിച്ച തമ്പുരാൻ തനിക്ക് അർഹതപ്പെട്ട പ്രതിഫലം നൽകും. അള്ളാഹിനെ കൊണ്ട് നല്ല ബോധമുണ്ടായിരിക്കുക, അള്ളാഹിനെ കൊണ്ട് നല്ല വിചാരം ഉണ്ടായിരിക്കുക. ഇങ്ങനെയൊക്കെ മുഹ്സിനീങ്ങളായ ആളുകളായിട്ട് ജീവിച്ചാൽ അവനക്ക് മുത്തഖീങ്ങളാകാൻ പറ്റും. അള്ളാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.